ഇന്ത്യയിൽ നിന്ന് കത്തോലിക്ക സഭയുടെ വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തപ്പെട്ട ആദ്യത്തെ വനിതയാണ് വിശുദ്ധ അൽഫോൻസാമ. 1910 കേരളത്തിലെ കോട്ടയം ജില്ലയിലെ കുടമാളൂരിൽ അന്നക്കുട്ടി എന്ന പേരിൽ ജനിച്ച ഈ കന്യാസ്ത്രീയുടെ ജീവിതം നമുക്കെല്ലാവർക്കും ഒരു പ്രചോദനമാണ്. കുട്ടിക്കാലം മുതൽ കഠിനമായ ദുരിതങ്ങളും രോഗങ്ങളും അൽഫോൻസാമയുടെ ജീവിതത്തിൽ നിഴൽ വീഴ്ത്തിയിരുന്നു. തൻ്റെ കന്യാസ്ത്രീയാകാനുള്ള ആഗ്രഹം പൂർത്തിയാക്കാൻ അവർ വിവാഹാലോചനകളെ നിരസിച്ചു. കഠിനമായ പരീക്ഷണങ്ങൾ നേരിട്ടു. ഫ്രാൻസിസ്കൻ ക്ലാരിറ്റ് സഭയിൽ അംഗമായിരുന്ന സിസ്റ്റർ അൽഫോൻസാമയുടെ ആശ്രമ ജീവിതം നിരന്തരമായ രോഗപീഠകളുടേതായിരുന്നു. എങ്കിലും അവർ ഒരിക്കലും പരാതിപ്പെട്ടില്ല. ഈ സഹനങ്ങളെല്ലാം അവർ യേശുവിനോടുള്ള സ്നേഹത്തിൻ്റെ വഴിപാടായി കരുതി. സഹനമില്ലാത്ത ഒരു ദിവസം എനിക്ക് നഷ്ടപ്പെട്ട ദിവസമാണ് എന്ന് അവർ പറയുമായിരുന്നു. 1946 35-ാം വയസ്സിൽ അവർ നിത്യതയിലേക്ക് യാത്രയായി. 2008 ബെനഡിക്ട് 16-ാം മാർപ്പാപ്പ അൽഫോൻസാമയെ വിശുദ്ധിയായി പ്രഖ്യാപിച്ചു. വിശുദ്ധ അൽഫോൻസാമയുടെ ജീവിതം നമ്മെ പഠിപ്പിക്കുന്നത് ഇതാണ്: ദൈവത്തിലുള്ള അചഞ്ചലമായ വിശ്വാസത്തിലൂടെ ഏറ്റവും വലിയ സഹനങ്ങൾ പോലും നമുക്ക് പുണ്യമായി മാറ്റാൻ സാധിക്കും. അവരുടെ തിരുശേഷിപ്പ് സൂക്ഷിച്ചിരിക്കുന്ന ഭരണങ്ങാനത്തെ പള്ളി ഇന്ന് ലോകമെമ്പാടുമുള്ള തീർത്ഥാടകരുടെ പ്രത്യാശയുടെ കേന്ദ്രമാണ്.